അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ചില ആളുകൾക്ക് വിളിച്ച് ചോദിക്കലുണ്ട്, ഉസ്താദെ, എൻ്റെ മക്കളൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കും. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് വല്ലാത്ത ദേഷ്യക്കാരനാണ്, ഒന്നും പറയാൻ വയ്യ, ഒന്ന് അടുക്കാൻ വയ്യ, രാത്രി ഒന്ന് കൂടെ കിടക്കാൻ സമ്മതിക്കൂല, എല്ലാത്തിനും ദേഷ്യം പിടിക്കും. ജോലി കഴിഞ്ഞ് വന്നാൽ ദേഷ്യം പിടിക്കും, മക്കളോട് വല്ലാതെ ദേഷ്യം പിടിക്കും, അനങ്ങിയാലും തിരിഞ്ഞാറും മറിഞ്ഞാലും ഒക്കെ ദേഷ്യമാണ്. അങ്ങനെ കുറേ ആൾ പറയലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ദേഷ്യം മാറാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരുപാട് മരുന്നുകളുണ്ട് ദേഷ്യം മാറാൻ. അതിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മരുന്നാണ് പറയാൻ പോകുന്നത്. അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവാണ് മുന്തിരി. നമുക്കറിയാലോ, യഥേഷ്ടം നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് പഴുത്ത മുന്തിരി കിട്ടും, പച്ച മുന്തിരി കിട്ടും, ഉണങ്ങിയ മുന്തിരി കിട്ടും. എല്ലാ മുന്തിരികളും നമുക്കിന്ന് സുലഭമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, മുന്തിരി ഒരു മരുന്നായി ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ മുന്തിരി കൊണ്ടുപോയി ഹദിയായി കൊടുത്തപ്പം നബി സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരി കഴിക്കുക. മുന്തിരി വളരെ നല്ല ഭക്ഷ്യവസ്തുവാണ്. അത് ശരീരത്തിലുള്ള ക്ഷീണത്തെ അകറ്റും, അതായത് ക്ഷീണം മാറ്റിത്തരും. നമ്മൾക്ക് വരുന്ന ദേഷ്യത്തെ അത് ശമിപ്പിക്കും. ഞരമ്പിന് നല്ല ശക്തി കിട്ടും. നമ്മൾ വായി നാറുന്ന കുറേ ആളുകളുണ്ട്, വായ്നാറ്റമുള്ള ആളുകൾ. അങ്ങനെ വായ്നാറ്റം നന്നാക്കും. നമുക്കുണ്ടാകുന്ന കഫക്കെട്ടിനെ അത് മുറിച്ച് കളയും. നമ്മളെ ശരീര നിറത്തിനെ അത് മെച്ചപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. ദേഷ്യം പിടിക്കുന്ന ആൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കണം. എന്നിട്ടൊന്നും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ വുളൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ ദേഷ്യം മാറാനുള്ള മരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, മുന്തിരി നമ്മളെ ഒരു സ്ഥിര ഭക്ഷ്യവസ്തുവാക്കി മാറ്റാം. മുന്തിരി കഴിക്കുമ്പം, പഴുത്ത മുന്തിരി കഴിക്കുമ്പോൾ നല്ലോണം വെള്ളത്തിലിട്ട്, ചൂടുവെള്ളത്തിലും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ലോണം ശുദ്ധിയാക്കിയതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം മുന്തിരിയിലൊക്കെ ഇന്ന് വിഷങ്ങൾ അടിച്ച് വരുന്നുണ്ട്, പണ്ടത്തെ മുന്തിരി പോലത്തെ അല്ല. അങ്ങനെ വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ മുന്തിരി കഴിക്കുക. അതുപോലെ ഉണക്കമുന്തിരി വാങ്ങിയിട്ട് അതും നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചേറും ചളിയൊക്കെ പോയതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെക്കണം. രാവിലെ വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം കഴിക്കാം, വൈകുന്നേരം വെള്ളത്തിലിട്ടാൽ രാവിലെ കഴിക്കാം. വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ കൈയൊക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് അതിൻ്റെ വെള്ളം, അതിൻ്റെ ചാറ് കുടിക്കുക. രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തൊക്കെ. അങ്ങനെ ഇത് പതിവാക്കിയാൽ നമ്മളെ ഞരമ്പിനൊക്കെ നല്ല ശക്തി കിട്ടും കേട്ടോ. അങ്ങനെ മുന്തിരി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കഴിക്കാൻ പറഞ്ഞ ഒരു ഭക്ഷ്യവസ്തുവും കൂടിയാണ് മുന്തിരി. അതുകൊണ്ട് എല്ലാവരും എന്താക്കുക, മുന്തിരി കഴിക്കുക. അതിന് ഗുണങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ എന്തായിക്കോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് അയച്ചു കൊടുത്തോളി. എല്ലാവർക്കും ഇതിൻ്റെ ഗുണം അറിയട്ടെ, കിട്ടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും നമ്മുടെയും ദേഷ്യം അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ദേഷ്യം എല്ലാ ദോഷത്തിൻ്റെയും എല്ലാ ചീത്ത കാര്യങ്ങളുടെയും ഒരു താക്കോലാണല്ലോ ദേഷ്യം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ദേഷ്യം വന്നാൽ മനുഷ്യൻ പലതും ചെയ്യും. ദേഷ്യം ഇബ്ലീസിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പം നല്ലോണം ജാഗ്രത വേണം. ദേഷ്യത്തെ തൊട്ട്, ദേഷ്യം പിടിക്കുന്നതിനെ തൊട്ട്, ദേഷ്യക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നതിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ റാഹത്തുള്ള ഐശ്വര്യമുള്ള ജീവിതം നൽകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.